കടകംപള്ളി സുരേന്ദ്രന്റെ പ്രതികരണം ഈ ഘട്ടത്തിൽ വരികയാണ്. കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നത് അന്നത്തെ ദേവസ്വം മന്ത്രി എന്ന നിലയ്ക്ക് തന്നോട് SIT ഉദ്യോഗസ്ഥർ വന്ന് കാര്യങ്ങൾ ചോദിച്ചു, എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്നതാണ്. അപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു വെക്കുന്നത് താനുമായി ബന്ധപ്പെട്ടൊരു മൊഴിയെടുപ്പ് മാത്രമാണ് നടന്നത് എന്നുള്ളതാണ്. മൊഴിയെടുപ്പ് എന്ന് പറയുമ്പോൾ അന്ന് ഈ ദേവസ്വം ബോർഡിൻ്റെ ഇപ്പോൾ ദേവസ്വം ബോർഡിലെ മുഴുവൻ പേരും പ്രതികളായിരിക്കുകയാണ്. കടകംപള്ളി സുരേന്ദ്രൻ്റെ കീഴിലുണ്ടായിരുന്ന ദേവസ്വം ബോർഡിലെ പത്മകുമാർ അടക്കം മുഴുവൻ പേരും പ്രതികളായിരിക്കുകയാണ്. മാത്രമല്ല ഉദ്യോഗസ്ഥരടക്കം വലിയൊരു നിരയാണ് ജയിലിലേക്ക് പോയിരിക്കുകയും ചെയ്യുന്നത്. സ്വാഭാവികമായും അന്നത്തെ ദേവസ്വം മന്ത്രിയുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. പക്ഷേ ഇതിനകത്ത് പ്രശ്നമുള്ളത് കടകംപള്ളി സുരേന്ദ്രനെതിരെ ഈ പ്രതിപട്ടികയിലുള്ള അറസ്റ്റിലായവരുടെ മൊഴികളാണ്. ആ മൊഴികളിൽ നമുക്കറിയാത്ത മറ്റെന്തെങ്കിലും മൊഴികളുണ്ടോ? നമ്മൾ അറിഞ്ഞിടത്തോളം മൊഴികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സൗഹൃദമാണ് എന്ന തരത്തിലുള്ള മൊഴികളൊക്കെയാണ്. പക്ഷേ അതിനപ്പുറം സ്ഥിരീകരിക്കപ്പെടാനുള്ള എന്തെങ്കിലും തരത്തിലുള്ള മൊഴികളുണ്ടോ? ആ മൊഴിയുടെ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് SIT സമീപിച്ചത്. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് നിയമ നടപടികളിലേക്ക് SIT കടന്നിട്ടില്ല. കടകംപള്ളിയുടെ കാര്യത്തിൽ മൊഴിയെടുപ്പ് മാത്രം നടന്നു എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും കടകംപള്ളി തന്നെ അത് സമ്മതിക്കുകയാണ്, സ്ഥിരീകരിക്കുകയാണ്. തൻ്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് അന്നത്തെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചോദിച്ചത്. അതിന് തനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്നാണ് ഇപ്പോൾ കടകംപള്ളി പറയുന്നത്. ഇനിയിപ്പോൾ PS പ്രശാന്തിലേക്ക് ചോദ്യമുന നീളുമ്പോൾ അതിൽ ഒരുപാട് സംശയങ്ങൾ ഉയരുന്നുണ്ട്. PS പ്രശാന്ത് ഇനി പ്രതിപട്ടികയിലേക്ക് വരുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ. കാരണം 2025 എന്താണ് സംഭവിച്ചത് എന്നുള്ളത് സംബന്ധിച്ച് PS പ്രശാന്ത് നൽകിയ മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലാകും ആ ഘട്ടത്തിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ സ്വർണ്ണ ഇടപാടുമായി ബന്ധപ്പെട്ട് എന്ത് നീക്കം നടത്തണം എന്ന് SIT തീരുമാനിക്കുക. പൂജ, ശരി, അങ്ങനെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഇപ്പോൾ മുന്നിലേക്ക് വരുന്നത്. കടകംപള്ളിയുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞത് തങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ സംസാരിച്ചു എന്നുള്ളതാണ്. പക്ഷേ എന്തെല്ലാം കാര്യത്തിലാണ് ഈ വ്യക്തത വരുത്തിയത് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് മുന്നിലേക്ക് വരേണ്ടത്. അത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എന്തിന് മുൻ ദേവസ്വം മന്ത്രിയുടെ പ്രധാനപ്പെട്ട നേതാവിന്റെ ഒരു മൊഴി രേഖപ്പെടുത്തി എന്നുള്ള വലിയ ചോദ്യമാണ് മുന്നിലേക്ക് നിൽക്കുന്നത്. അന്നത്തെ ആ സമയത്തെ മന്ത്രി കൂടിയായിരുന്നു. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചോദിച്ചറിഞ്ഞത്? അതാണ് ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്നതും. അത് കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് PS പ്രശാന്തിന്റെ മൊഴി രേഖപ്പെടുത്തി എന്നുള്ളതാണ്. ചോദ്യമുനയിലാണ് ശബരിമല സ്വർണ്ണക്കൊള്ള, അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ മുന്നിലേക്ക് വരുന്നത് PS പ്രശാന്തിന്റെ ഭരണകാലഘട്ടത്തിലാണ്. അപ്പോൾ അതിനുശേഷവും ആ സമയം തന്നെ അന്വേഷണവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും മുന്നിലേക്ക് നീങ്ങുമ്പോഴും അത് കഴിഞ്ഞ് 2025 എന്ത് സംഭവിച്ചു എന്നത് സംബന്ധിച്ചുള്ള വലിയൊരു ആശയക്കുഴപ്പം കൂടി അല്ലെങ്കിൽ സംശയം കൂടി മുന്നിലേക്ക് വെക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങളൊക്കെ തന്നെയും ഒരു സംശയമുന PS പ്രശാന്തിലേക്ക് കൂടി എത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്നുണ്ടെങ്കിൽ ഈ ചോദ്യം ചെയ്യലും അത് നിർണായകമായി മാറുക തന്നെ ചെയ്യും. കാര്യങ്ങൾ അവർ ചോദിച്ചു, ഞാൻ അവരോട് പറഞ്ഞു. താങ്കളുടെ പേരാണല്ലോ ആദ്യം അതായത് ഒരു പത്മകുമാർ അടക്കമുള്ള പറയുന്നത്. ഇങ്ങനെയായിരുന്നു പ്രതികരണം വന്നത്. അനന്തകൃഷ്ണൻ പറഞ്ഞതുപോലെ തന്നെയാണ് 2019 ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിൽ കാര്യങ്ങൾ തന്നെടുത്ത് ചോദിച്ചു, അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രമാണ്. അനന്തൻ, പ്രതികരണം ഇങ്ങനെയാണ്. പക്ഷേ എന്താണ് ചോദിച്ചത്? അതാണ് അറിയേണ്ടത്. കാര്യങ്ങൾ അവർ ചോദിച്ചു, ഞാൻ അവരോട് പറഞ്ഞു. താങ്കളുടെ പേരാണല്ലോ ആദ്യം അതായത് ഒരു പത്മകുമാർ അടക്കമുള്ള പറയുന്നത് താങ്കളുടെ പേരാണ്. അതുകൊണ്ടാണ് ആ വിഷയത്തിൽ എന്തെങ്കിലും മറുപടി. ഇങ്ങനെയാണ് കടകംപള്ളി സുരേന്ദ്രന്റെ പ്രതികരണം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അല്പസമയം മുമ്പ് പ്രതികരിച്ചതാണ്. കടകംപള്ളി സുരേന്ദ്രന്റെ മൊഴി എടുത്തിട്ടുണ്ടായിരുന്നു അന്വേഷണ സംഘം. അത് കഴിഞ്ഞ് മാധ്യമങ്ങൾ ചോദിച്ചപ്പോഴാണ് ഇത്ര മാത്രമാണ് പറഞ്ഞത്. തനിക്കറിയാവുന്ന കാര്യങ്ങൾ തൻ്റെ അടുത്ത് ചോദിച്ചു, തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു. അതിനപ്പുറത്തേക്ക് മറ്റു പ്രതികരണം ഒന്നും തന്നെയില്ല. പത്മകുമാറിന്റെ മൊഴിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് നമുക്ക് മുന്നിൽ നിൽക്കുന്നത്. അതിൽ കടകംപള്ളി സുരേന്ദ്രനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്താണ് പറഞ്ഞത്, അതല്ല അതിൽ കൂടുതൽ എന്തെങ്കിലും തരത്തിലുള്ള മൊഴികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്നത് സംബന്ധിച്ചുള്ള അതിൽ വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട 2 നടപടികൾ, ഒന്ന് കടകംപള്ളി സുരേന്ദ്രന്റെ മൊഴിയെടുത്തിരുന്നു SIT. അത് കഴിഞ്ഞ ശനിയാഴ്ചയോട് കൂടിയാണ്. അതുമാത്രമല്ല മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ PS പ്രശാന്തിന്റെ കൂടി മൊഴിയെടുത്തിട്ടുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട നടപടികൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ തന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്, താൻ ഇത്രയും കാര്യമാണ് പറഞ്ഞത് എന്നുള്ള കാര്യം കടകംപള്ളി സുരേന്ദ്രൻ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് മാധ്യമങ്ങളെടുത്ത് സംസാരിച്ചതും. 2019 ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്നതുകൊണ്ട് തന്നെ തങ്ങളെടുത്ത് ചോദിച്ചറിയേണ്ട കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് പറയുകയും ചെയ്തു. അത് കഴിഞ്ഞുള്ള മാധ്യമങ്ങളുടെ ചോദ്യത്തിന് പ്രത്യേകിച്ച് മറുപടിയൊന്നും തന്നെ കടകംപള്ളി സുരേന്ദ്രൻ നൽകിയിട്ടില്ല.
ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. അനന്തൻ, കടകംപള്ളി സ്ഥിരീകരിച്ചിട്ടുണ്ട്, മൊഴി എടുത്തിട്ടുണ്ട്, തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തെല്ലാം കാര്യങ്ങൾ ചോദിച്ചു, എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത്, ഇതാണ് എല്ലാവർക്കും അറിയേണ്ടത്. പൂജ, ഈ പ്രതികരണത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. കടകംപള്ളി അസ്വസ്ഥനാണ്. കടകംപള്ളി സുരേന്ദ്രൻ 2 വാചകങ്ങളിൽ മാത്രമാണ് ഒരു പ്രതികരണം പറഞ്ഞത്. കൂടുതൽ വിശദീകരിക്കാൻ അദ്ദേഹം നിന്നില്ല. കൂടുതൽ ചോദ്യങ്ങൾക്ക് അദ്ദേഹം വഴങ്ങിയതുമില്ല. പത്മകുമാറിന്റെ മൊഴിയുമായി ബന്ധപ്പെട്ട ചോദ്യം കേട്ട ഭാവം പോലും നടിക്കാതെ അദ്ദേഹം കാറിലേക്ക് കയറി പോവുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ വിശദീകരണം ഇത്രമാത്രമാണ്. 2019 ദേവസ്വം മന്ത്രി എന്ന നിലയ്ക്ക് ആ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ എന്നോട് ചോദിച്ചു. അതിനുള്ള മറുപടി ഞാൻ നൽകുകയും ചെയ്തു. ഒരു മൊഴിയെടുപ്പ്, സാധാരണ നിലയിലുള്ള ഒരു മൊഴിയെടുപ്പ് മാത്രമാണ് നടന്നത് എന്നാണ് കടകംപള്ളി ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. പൂജ, ശരിയാണ്. 2019 കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു, അത് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. ആ വിഷയം തന്നെയാണ് അല്പസമയം മുമ്പ് മാധ്യമങ്ങളെടുത്ത് പറഞ്ഞതും. കാര്യങ്ങൾ അവർ ചോദിച്ചു, ഞാൻ അവരോട് പറഞ്ഞു. താങ്കളുടെ പേരാണല്ലോ ആദ്യം വരുന്നത്. അതായത് ഒരു പത്മകുമാർ അടക്കമുള്ള പറയുന്നത് താങ്കളുടെ പേരാണ്. അതുകൊണ്ടാണ് ആ വിഷയത്തിൽ എന്തെങ്കിലും മറുപടി. കാര്യങ്ങൾ അവർ ചോദിച്ചു, ഞാൻ അവരോട് പറഞ്ഞു. താങ്കളുടെ പേരാണല്ലോ ആദ്യം വരുന്നത്. അതായത് ഒരു പത്മകുമാർ അടക്കമുള്ള പറയുന്നത് താങ്കളുടെ പേരാണ്. അതുകൊണ്ടാണ് ആ വിഷയത്തിൽ എന്തെങ്കിലും മറുപടി. ഇങ്ങനെയാണ് പ്രതികരണം വന്നത്. കടകംപള്ളി സുരേന്ദ്രൻ SIT മൊഴി രേഖപ്പെടുത്തി എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുകയാണ്. 2019 കാര്യങ്ങളാണ് ചോദിച്ചറിഞ്ഞത്. മന്ത്രിയായിരുന്ന കാലത്തെ കാര്യങ്ങളൊക്കെയാണ് തന്റെ അടുത്ത് ചോദിച്ചത്. അതിനറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയും അന്വേഷണ സംഘത്തിന് മുന്നിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം മാത്രമാണ് മാധ്യമങ്ങൾക്ക് മുന്നിലായിട്ട് പറഞ്ഞത്. അപ്പോൾ എന്തെല്ലാം ചോദ്യങ്ങളാണ് ചോദിച്ചത്, എന്താണ് അതിനൊക്കെ മറുപടി നൽകിയിരിക്കുന്നത് എന്നത് സംബന്ധിച്ച്, ഈ കേസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് പത്മകുമാർ ഉൾപ്പെടെ കടകംപള്ളിക്കെതിരെയുള്ള മൊഴികൾ നൽകിയിട്ടുണ്ടായിരുന്നു. മൊഴികളിൽ ഈ പേരും ഉണ്ടായിരുന്നു. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചോദിച്ചറിഞ്ഞത് എന്നാണ് ഇനി മനസ്സിലാക്കേണ്ടത്. തുടക്കം മുതൽ തന്നെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം കടകംപള്ളി സുരേന്ദ്രനെതിരെ കൂടുതൽ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഗുരുതരമായ ആരോപണങ്ങൾ മുന്നിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ മാനനഷ്ട കേസ് പോലും തിരികെ നൽകുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ വാർത്താ സമ്മേളനം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ അതിരൂക്ഷമായി തന്നെ മുന്നിലേക്ക് വരുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഓരോ കാര്യങ്ങൾ കടകംപള്ളിക്കെതിരെ പറഞ്ഞുകൊണ്ട് അതിലാണ് തിരികെ ഒരു നിയമ നടപടിയിലേക്ക് പോലും പോകുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷമാണ് നിർണായകമായ ചോദ്യം ചെയ്യലും മുന്നിലേക്ക് വരുന്നത്. അതോടൊപ്പം തന്നെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ PS പ്രശാന്തിലേക്കും അന്വേഷണം നീങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. PS പ്രശാന്തിന്റെ മൊഴി കൂടി ഈ വിഷയത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം തുടക്കം മുതൽ തന്നെ PS പ്രശാന്തിന്റെ കാലയളവിൽ മുന്നിലേക്ക് വരുന്ന ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ, അതിന്റെ അന്വേഷണമൊക്കെ മുന്നിലേക്ക് പോകുന്ന ഘട്ടത്തിൽ കൂടിയാണ് പുതിയ ഭരണസമിതി, PS പ്രശാന്തിന്റെ ഭരണസമിതി ഇരിക്കുന്ന സമയത്ത് പോലും എന്തെങ്കിലും തരത്തിലുള്ള നടപടിക്രമങ്ങൾ, തെറ്റായ നടപടിക്രമങ്ങൾ ശബരിമലയിൽ ഉണ്ടായിട്ടുണ്ടോ തിരക്കിയ റിപ്പോർട്ടുകൾ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. അതും വലിയ ചർച്ചയായതാണ്. അതിലുൾപ്പെടെ ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതും. അങ്ങനെ പ്രധാനപ്പെട്ട വിവരമാണ്.